കാപ്പാട് ബീച്ചിലേക്കാണ് ഞങ്ങൾ ട്രിപ്പ്. ഇതാണ് നമ്മുടെ നടുവണ്ണൂർ ടൗൺ, നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ്. ഞാൻ ആദ്യം ഇവിടെ വന്നിക്കാം തോണിക്കര ഉള്ളൂർക്കടവ് പാലം നാടാണത്. കോഴിക്കോട് ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണിത്. അങ്ങനെ ഞങ്ങള് കാപ്പാട് ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇസാൻ മോൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. പുതിയ കാറൊക്കെ എടുത്തിട്ട് ഒരു ട്രിപ്പ് പോലും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ കാപ്പാട് ബീച്ചിലേക്കാണ് ഞങ്ങൾ ട്രിപ്പ്. പക്ഷേ പ്രത്യേകത ഉണ്ട്, നമ്മൾ സാധാരണ പോകുന്ന റൂട്ടിലല്ല, പുതിയതായിട്ടൊരു എളുപ്പ വഴി കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ആ വഴി ഏതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. കേട്ടോ, നമ്മളെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. വണ്ടിക്കാരൻ കോളാറുണ്ടെങ്കിൽ വന്നോട്ടെ. കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. ചങ്കി ബ്രോ ബേക്കുണ്ട് കേട്ടോ, കുട്ടപ്പൻ ഇവിടെ ദോസ്താണ്. ഇതാണ് ഞങ്ങളുടെ ആഞ്ഞോളിമുക്ക്, ഞങ്ങളുടെ സ്വന്തം നാട്. ഇതാണ് നമ്മുടെ നടുവണ്ണൂർ ടൗൺ, നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെയാണ് നമ്മൾ ദിവസം ചെലവഴിക്കുന്ന സ്ഥലം. ഇതാണ് കരിമ്പാപ്പയിൽ അങ്ങാടി. ഇവിടെയാണ് നമ്മളെ തെരയത്ത് ഉത്സവം നടക്കുന്ന സ്ഥലമാണ്. ഇതായി ഗ്രൗണ്ടിലാണ് തെരയത്ത് ഉത്സവം നടക്കുക. വലിയൊരു ടൗണാണിത്. ഇതാണ് എടവണ്ണ കുരാണ്ടി റോഡ്. നമ്മളങ്ങനെ കുണ്ടൂർ അങ്ങാടി എത്തിയതാ. ഇത് നമ്മളെ വണ്ടീനെ പറ്റിയുള്ള അഭിപ്രായം എന്തല്ല, വ്യത്യസ്ത എക്സ്പീരിയൻസ് എന്താണ്? വണ്ടീനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം എല്ലാ വണ്ടി ഓട്ടുന്ന ഒരാളാണ്. അപ്പോ ഈ ഓട്ടിയതിനു ശേഷം പറഞ്ഞാൽ എനിക്ക് നല്ല കംഫർട്ടാണ് എനിക്ക് ഓട്ടാൻ വണ്ടി. പിന്നെ പറഞ്ഞാൽ CNG ആയതുകൊണ്ട് എനിക്ക് നല്ല ഓട്ടം വരുന്നതുകൊണ്ട് ആണ് ഞാൻ CNG തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പൊ എനിക്ക് ഇപ്പൊ പറഞ്ഞാല് ഞാൻ വണ്ടി എടുത്തതിനു ശേഷം ഒരൊറ്റ തവണ ഞാൻ CNG ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഏകദേശം പറഞ്ഞാൽ എനിക്ക് 33-34 എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് CNG വിത്ത് പെട്രോൾ ആണ്. ഇൻ കേസ് ഇനി CNG ഇല്ലാത്ത സ്ഥലങ്ങളാണ് നമ്മൾ എത്തിപ്പെട്ടതെങ്കിൽ നമുക്കത് സ്വിച്ച് ചെയ്ത് പെട്രോളിലേക്ക് മാറ്റാൻ പറ്റും. പെട്രോളും എനിക്ക് ഏകദേശം പറഞ്ഞാൽ 25-26 ആ ഒരു രീതിയിൽ മൈലേജ് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ AC നല്ല പക്ക പെർഫെക്റ്റ് ആണ്. പെട്ടെന്ന് കൂളിംഗ് ആണ്, നല്ല കൂളിംഗ് ആണ്. പിന്നെ മ്യൂസിക് സിസ്റ്റം നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല സബ്ബാണ്, എല്ലാം കുഴപ്പമില്ല. പിന്നെ ഫാമിലി ഒക്കെ ആയിട്ട് പോകുന്നതാണെങ്കിൽ ബാക്കിൽ ഈ സമയത്ത് നമ്മളെ ലെഗ് സ്പേസ് ഒക്കെ നല്ല ലെഗ് സ്പേസ് ആണ്. എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഞാൻ ആദ്യം ഇവിടെ വന്നിക്കാം തോണിക്കര. തോണി കയറിയിട്ട് ഇതാണ് നമ്മുടെ പുതിയ ഉള്ളൂർക്കടവ് പാലം. ഇതില് കാപ്പാട് ബീച്ചിലേക്ക് വളരെ എളുപ്പമാണ്. ഇവിടേക്ക് എത്താൻ വേണ്ടി പുതിയ വഴി. കുറെ എന്താ പറയാ സ്ഥലങ്ങളുണ്ട്. നേരെ പോയി കയറുന്ന ചേലിക്കാണ്. നമ്മുടെ സ്വന്തം നാട്, നമ്മളെ വിനോദിന്റെ സ്വന്തം നാടാണത്.
കേസ് അങ്ങനെ നമ്മളെ ചേലി എത്തിയത്. നമ്മൾ ചേലിയാണ് ഇവിടുത്തെ ഇടത്തോട്ടാണ് പോട്ടത്. ഉള്ളൂരിൽ നിന്ന് വരുമ്പോൾ ഇടത്തോട്ട്, ഐടിന്റെ അടുത്ത് വരുമ്പോൾ വലത്തോട്ട് അല്ലേ? യെസ്. ഇതന്നല്ലേ ഇവിടേക്ക് എളുപ്പം വരുന്നത് കാപ്പാടേക്ക്? അല്ലേ? ഉള്ളേരിയുള്ള ആളുകൾക്ക് എളുപ്പം അല്ലേ? മാത്രമല്ല റോഡിന്റെ ബ്ലോക്കും ഇതൊക്കെ ഇപ്പോഴത്തെ ഹൈവേന്റെ പണികളൊക്കെ ഒന്ന് ഒഴിവായി കിട്ടൂലേ. ഇതാണിപ്പോ ചേലിയ റോഡ്. പൂക്കാടേക്കുള്ള റോഡാണിത്. അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. പൂക്കാട് NH റോഡാണ് അടുത്തോട്ട് കാണുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരെയാണ് പോകേണ്ടത്. കോഴിക്കോട് ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണിത്, കാഞ്ഞിലേരി ശിവക്ഷേത്രം. നമ്മള് പൂക്കാട് എത്തിയിരിക്കുകയാണ്. പുതിയ നാഷണൽ ഹൈവേന്റെ വർക്കാണ് മേലെ കാണുന്നത്. നമ്മളിവിടുന്ന് അണ്ടർ പാസിങ്ങിൽ കൂടെയാണ് പോകേണ്ടത്. ഇവിടുന്ന് നമ്മൾ നേരെയാണ് പോകുന്നത്. ഈ അണ്ടർ പാസിന്റെ അടിയിൽ കൂടെ നേരെ വന്ന് അവിടുന്ന് നേരെ ചെറിയ പോക്കറ്റ് റോഡ് കൂടി അങ്ങോട്ട് കയറിയാൽ കാപ്പാടെത്തി. ഗേസ് അങ്ങനെ ഞങ്ങള് കാപ്പാട് ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിക്കുകയാണ്. കാടമുട്ട കല്ലുമക്കായി കുട്ടപ്പൻ എന്നാ വാങ്ങിയേ? ഞങ്ങളിവിടെ എത്തിയത് രാത്രിയാണ്. പുലിമുട്ടിലേക്കൂടെയാണ് വിനോബും കുട്ടപ്പനും പോകുന്നത്. കേസ് അങ്ങനെ 8 മണിയായി. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു വന്ന അതിലൊക്കെ തന്നെ ഞങ്ങൾ ഡയറക്റ്റ് കൊയിലാണ്ടി ചെയ്യാം. ഇവിടെ പോവാ. പിന്നെ നമ്മൾ CNG എന്താ സ്ഥിതി? CNG ഗൈസ് ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 2 ഘട്ടം കൂടെ ബാലൻസ് ഉണ്ട്. ഏകദേശം 10 ലിറ്ററിൻ്റെ കുറ്റിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം 323 കിലോമീറ്റർ ഞാൻ 10 ലിറ്ററിൽ ഞാൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചില്ല നമുക്കിത് ഫുള്ള് അടിക്കാൻ അടുത്തൊരു CNG പമ്പ് നോക്കിയിട്ട് പോവുകയാണ്. നമ്മൾ പെട്രോൾ ഓൾറെഡി ഇതിനകത്തുണ്ട്. പക്ഷെ എന്നാലും CNG നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് CNG തന്നെ റീഫിൽ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് നമ്മൾ. എവിടെയാണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഞാൻ നോക്കാം. ഞങ്ങൾ പോകുന്നത് കൊയിലാണ്ടി റൂട്ടിലേക്കാണ്. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. മംഗലാപുരം കൊയിലാണ്ടി റൂട്ട് ദേശീയപാതേൻ്റെ പണി നടക്കുന്നതിനെ കൊണ്ട് 66 ബ്ലോക്കിൽ ആംബുലൻസ് കുടുങ്ങി കിടക്കുകയാണ്. ചില വണ്ടികളൊന്നും സൈഡ് മുറി കൊടുക്കുന്നില്ല. ഒന്ന് സൈഡായി കൊടുക്കണ്ടേ? എന്തൊരു കഷ്ടമായിരുന്നു. ഒരു ജീവനല്ലേ അത് പോകുന്നത്. ഇതാണ് CNG പമ്പ്. ഇന്ത്യൻ ഓയിലിൻ്റെ ചേമഞ്ചേരി അല്ലേ വിനുവേ? കാപ്പാടുന്നപ്പോൾ ഒരു 3-4 കിലോമീറ്റർ. എത്ര? 3 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? 3.5 കിലോമീറ്റർ. ഇവിടെ നിന്നാണ് ഞങ്ങൾ CNG ഫിൽ ചെയ്യുന്നത്. കിലോമീറ്റർ ഇപ്പം കിട്ടിയോ? 327 കിലോമീറ്റർ. 10 ലിറ്ററിന് അടിയിലടി. 320 കിലോമീറ്റർ അല്ലേ? 10 ലിറ്ററിൽ 320 കിലോമീറ്റർ ഇട്ടല്ലേ? $89.90 അല്ലേ റേറ്റ്?
കിലോ അല്ലേ? അപ്പോൾ 5 കിലോ ഇപ്പോൾ നിലവിലായില്ലേ? 5 കിലോ വേണ്ടോ? റേറ്റ് അപ്പോൾ റേറ്റ് കാണിക്കുന്നല്ലേ? ഓക്കെ. കാരണം നിലവിൽ 2 അതിലുണ്ടല്ലോ അല്ലേ? ഇല്ല 8 ഇല്ല, നമ്മൾ ഏകദേശം കറക്റ്റ് കഴിയാനാക്കി. അപ്പോൾ 1 ലിറ്റർ അതിന് ബാക്കിയില്ല. ഏതാ 1.60 ബാക്കി ഉണ്ടായിരുന്നു അല്ലേ? 10 ലിറ്റർ അല്ലേ മൊത്തം? യെസ്, ഓക്കെ. ഞങ്ങളിങ്ങനെ CNG ഒക്കെ അടിച്ച് വീണ്ടും കൊയിലാണ്ടി റൂട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് വഴി നടക്കുന്നതിനെ കൊണ്ട് മൊത്തത്തിൽ ബ്ലോക്ക് തന്നെയാണ്. നമ്മൾ പിന്നെ CNG അടിക്കാൻ കയറുമ്പോൾ 323 കിലോമീറ്റർ ഒരു പ്രാവശ്യം ഫസ്റ്റ് വണ്ടി എടുത്ത പ്രാവശ്യം ഫുള്ളാക്കിയാൽ 327 കിലോമീറ്ററാണ്. 327 കിലോമീറ്റർ ഓടി. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ CNG ഫില്ല് ചെയ്യാൻ കയറിയത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് എത്ര kg ഫില്ല് ചെയ്ത്? നമ്മളിപ്പോൾ 8 കിലോ 8.40 8.5 കൂട്ട്. അപ്പോൾ 8.5 കിലോ നമ്മൾ ഇപ്പോൾ ഫില്ല് ചെയ്ത്. അപ്പോൾ 1.5 കിലോ അവിടെ ബാക്കി ഉണ്ടായിരുന്നു. ആ 1.5 കിലോ ബാക്കിയുണ്ട്. അപ്പോൾ 8.5 കിലോയിൽ തന്നെ നമുക്ക് എത്ര കിട്ടി? 327 കിട്ടി. അപ്പം ഏകദേശം പിന്നെ 35ൻ്റെ മേലെ 40ൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ വഴിക്കൊരു ഗാനമേളാണ്. കൊയിലാണ്ടി എത്തിയില്ലേ? കൊയിലാണ്ടി സ്റ്റാൻഡിലേക്ക് തിരികെയാണ്. 2 മണി നമ്മുടെ സ്വന്തം കൊയിലാണ്ടി. അങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചാലേ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഗൈസ് അങ്ങനെ ഇവിടെ വണ്ടി സൈഡാക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ നോക്കുകയാണ്. ഗൈസ് കൊയിലാണ്ടി സ്റ്റാൻഡിലുള്ളൊരു സായാഹ്ന പാർക്ക്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. ഹായ്. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഹായ് ഗൈസ്, അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.